ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വീടിനായി സ്ഥലം നികത്തിയതിന്റെ പേരിൽ ആദിവാസി യുവാവിന്റെ മണ്ണുമാന്തി യന്ത്രം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ട് 5 വർഷം. 500 രൂപ പിഴ ഈടാക്കിയ ശേഷം വിട്ടു നൽകാമെന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത വാഹനമാണ് 5 വർഷമായിട്ടും തിരികെ നൽകാത്തത്. ഇതുമൂലം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഒഴുകുപാറയിൽ അജീഷ് എന്ന ആദിവാസി യുവാവ്. ഏറെ പ്രതീക്ഷയോടെയാണ് ഇടുക്കി കഞ്ഞിക്കുഴി പഴയരിക്കണ്ടം സ്വദേശിയായ അജീഷ് 2019 ഒരു മണ്ണുമാന്തി യന്ത്രം വാങ്ങിയത്. സ്വകാര്യ കമ്പനിയിൽ നിന്ന് വായ്പയെടുത്താണ് വാഹനം സ്വന്തമാക്കിയത്. 2021 ഒരു വീടിനായി മണ്ണുമാറ്റാൻ JCB കൊണ്ടുപോയി. മണ്ണുമാറ്റുന്നതിനിടെ 2 ചെറിയ പാഴ്മരങ്ങൾ പിഴുതു. ഇതിന് വനം വകുപ്പ് കേസെടുത്തു. വിറകിനായി ഉപയോഗിക്കാവുന്ന മരം പിഴുതുമാറ്റിയതിലൂടെ സർക്കാരിന് 500 രൂപ നഷ്ടം സംഭവിച്ചതായാണ് മഹസർ തയ്യാറാക്കിയത്. ഈ തുകയടച്ച് വാഹനം വിട്ടു നൽകാവുന്നതാണ്. സംഭവമുണ്ടായി 1 വർഷം കഴിഞ്ഞപ്പോൾ JCBയുമായി വനംവകുപ്പ് ഓഫീസിലെത്താൻ ഉദ്യോഗസ്ഥർ അജീഷിനോട് ആവശ്യപ്പെട്ടു. 10 ദിവസത്തിനകം വാഹനം വിട്ടു നൽകാം എന്ന വാഗ്ദാനം വിശ്വസിച്ച് അജീഷ് ഉദ്യോഗസ്ഥർ എഴുതി നൽകിയ മൊഴിയിൽ ഒപ്പിട്ടു. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും മണ്ണുമാന്തി യന്ത്രം തിരികെ കിട്ടിയില്ല. ഒരു വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് വണ്ടി വേണം, ഒരു 10 ദിവസത്തിനുള്ളിൽ വണ്ടി വിട്ടു തന്നേക്കാം, അല്ല അവർക്ക് ഈ കേസ് തീർപ്പാക്കാനായിട്ട് അതായില്ലെങ്കിൽ അവരുടെ ജോലി പോവും എന്നെല്ലാം അവർ എൻ്റെ അടുത്ത് കാല് പിടിച്ച് കരഞ്ഞതിന് ശേഷം ഒരു 10 ദിവസം കൊണ്ട് വണ്ടി ഇട്ട് തന്നേക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടി കൊണ്ട് ഞാൻ അവർക്ക് വണ്ടി ഇട്ട് കൊടുത്തത്. ഇപ്പോൾ സാറേ ഇപ്പോൾ ഒരു 5 വർഷം എച്ചുമായി 5 വർഷമായിട്ട് ഇന്നും വരെ എനിക്ക് ആ വണ്ടി എനിക്ക് ഇട്ട് കിട്ടിയില്ല. ഇന്നും അതിൻ്റെ ഫിനാൻസ് അടച്ചുകൊണ്ടിരിക്കുക. ഞാൻ മറ്റൊരു വണ്ടിയെ പണിയാൻ പോയിട്ട് അതിൻ്റെ പണിക്കൂലി എടുത്ത് അടച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പെണ്ണിനെ പിള്ളേരെ എനിക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ 5 വർഷമായി മാസം 50,000-ഓളം രൂപ വാഹന വായ്പ അജീഷ് അടയ്ക്കുന്നു. ഇനി 2 വർഷത്തോളം അടച്ചാലേ വായ്പ തീരൂ. ഇപ്പോൾ മറ്റൊരാളുടെ JCBയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഇയാൾ. വീട്ടുചിലവിനും വാഹന വായ്പയ്ക്കും മാർഗമില്ലാതെ ആത്മഹത്യയുടെ വക്കിലാണ് ഈ ആദിവാസി യുവാവ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.